എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒക്ടോബർ 31 ഇന്ത്യയുടെ ഉരുക്കും മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം നാം രാഷ്ട്രീയ ഏകതാ ദിനം ആയാണ് ആചരിക്കുന്നത്. ഈ സുദിനത്തിൽ അമല കോളേജ് ഓഫ് നഴ്സിംഗിലെ NSS യൂണിറ്റിന്റെ ഭാഗമായി നടത്തുന്ന രാഷ്ട്രീയ ഏകതാ ദിവസ് സെലിബ്രേഷനിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യട്ടെ. വിദ്യാർത്ഥി സമൂഹം ഭാവിയുടെ പ്രതീക്ഷയാണെന്നതിൽ സംശയമില്ല. ഭാവിയുടെ നല്ല നിലനിൽപ്പിനായി ദൃഢതയോടെ നമുക്ക് കൈകോർക്കാം. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ എല്ലാവരിലും ഫലപ്രദമായി എത്തട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിച്ചുകൊള്ളുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി 2020 ബാച്ചിലെ വിദ്യാർത്ഥികളെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്മരൂപനീശ്വര നൽവരങ്ങൾ ചൊരിയണേ, പ്രാർത്ഥനകൾ പാതയിൽ പൂക്കളായി വിരിയണം, പൂവിരിഞ്ഞ വേദികൾ പുണ്യവേദികളാകണം, നല്ല വാക്കുകളായി നാവിലങ്ങുണ്ടാകണം, നല്ല വാക്കുകളായി നാവിലങ്ങുണ്ടാകണം, നല്ല ചിന്തകളായി മനസ്സിലങ്ങ് വസിക്കണം. നന്മരൂപനീശ്വര നൽവരങ്ങൾ ചൊരിയണേ, പ്രാർത്ഥനകൾ പാതയിൽ പൂക്കളായി വിരിയണം, പൂവിരിഞ്ഞ വേദികൾ പുണ്യവേദികളാകണം, പുണ്യവേദികളാകണം. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി 2019 ബാച്ചിലെ NSS ലീഡർ ശ്രീമതി സാന്ദ്ര തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിവസ്. അയൺ മാൻ ഓഫ് ഇന്ത്യ അഥവാ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് നാഷണൽ ഏകതാ ദിവസ് അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി ഡേ ആയി നമ്മൾ ആചരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി പ്രയത്നിച്ച വ്യക്തികളിൽ പ്രധാനിയുമാണ് ഇദ്ദേഹം. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയ്ക്ക് പുഷ്പാർച്ചന നടത്തിയും ദില്ലിയിൽ റൺ ഫോർ യൂണിറ്റി എന്ന പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടും രാഷ്ട്രീയ ഏകതാ ദിവസം ഉദ്ഘാടനം ചെയ്തത്. രാജ്യം ഏകീകരിക്കുന്നതിനായി സർദാർ പട്ടേൽ നടത്തിയ ശ്രമങ്ങളെ ഉയർത്തിക്കാട്ടാനാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. രാജ്യത്തെ യുവാക്കളെ ബോധവാന്മാരാക്കാൻ സഹായിക്കുന്നതിനും എല്ലാവർക്കും രാജ്യത്തോടുള്ള കടമ നിറവേറ്റുന്നതിനും ശക്തി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും നാം ഈ ദിവസം ആചരിക്കുന്നത്. ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി തന്നെ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നമ്മോടൊപ്പം ഇപ്പോൾ ആയിരിക്കുന്ന അമല കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ രാജി രഘുനാഥ് സാറിനെ ഈ പരിപാടിയിലേക്ക് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിത ലിസ്ബത്തിനെയും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ NSS കോർഡിനേറ്റർ ഡോൺ സാറിനെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും ഒപ്പം നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി. നന്ദി സാന്ദ്ര. കോളേജിന്റെ ഉന്നമനത്തിനായി കർമ്മനിരതനായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ഡോക്ടർ രാജി രഘുനാഥിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഹൃദ്യമായി ക്ഷണിച്ചുകൊള്ളുന്നു. Reverend Sister Lida Elizabeth, our Vice Principal, Mr. Don Josar, NSS Staff Advisor and Coordinator, most beloved students. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന നാഷണൽ പരിപാടിയുടെ നാഷണൽ യൂണിറ്റി ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഈ ഒരു ദിവസം ഒരു സൂചകമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതായത് നാഷണൽ യൂണിറ്റി എന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും യൂണിറ്റി, ഐക്യമത്യം മഹാബലം എന്നാണ് നമ്മൾ പണ്ട് മുതലേ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത, അതിന് പല വർണ്ണ ജാതി
മത റേസ് ഒരു വ്യത്യാസവുമില്ലാതെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം. അതോടൊപ്പം തന്നെ അഹിംസ എന്ന സന്ദേശം നൽകാൻ കൂടി ഈ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അയൺമാൻ ഓഫ് ഇന്ത്യ നിങ്ങൾ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യയെ ഒന്നാക്കുന്നതിൽ പല നാട്ടുരാജ്യങ്ങൾ അന്ന് വളരെയധികം ഫൈറ്റ് ചെയ്താണ്. പ്രത്യേകിച്ചും ചില നാട്ടുരാജ്യങ്ങൾ ഇന്ത്യ കൂടെ ചേരാൻ സമ്മതിക്കാതിരുന്ന കാലത്ത് ഹൈദരാബാദ് പോലെയുള്ള സ്ഥലങ്ങൾ യുദ്ധം പോലും പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി ഇന്ത്യയോട് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കഠിനമായ ഒരു പ്രയത്നം ആണ് സർദാർ വല്ലഭായ് പട്ടേൽ നടത്തിയത്. എങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ചയിലെ മാതൃഭൂമി വീക്കിലിയിൽ പട്ടേലിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിനകത്ത് 1928 ബർദോളി സത്യാഗ്രഹം, ഗുജറാത്തിലെ കർഷകരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ബർദോളി സത്യാഗ്രഹം നടത്തിയ ഒരു പ്രമുഖ വ്യക്തി എന്ന രീതിയിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിലേക്ക് പ്രവേശനം നേടിയത്. ഇത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. അഹിംസ ഊന്നിക്കൊണ്ട് ഒരു കർഷക പ്രക്ഷോഭം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. തീർച്ചയായും ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. നമ്മുടെ ഈ പ്രധാനമായ സന്ദേശം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതും അഹിംസയിൽ ഊന്നിയ ഐകമത്യം എന്ന ഒരു സന്ദേശമാണ് ഈ ഒരു ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം. ഈ ഒരു മീറ്റിംഗിൽ നമ്മുടെ നഴ്സിംഗ് കോളേജിലെ NSS വോളണ്ടിയേഴ്സ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ കുട്ടികളും അധ്യാപകരും ഇതിനൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസ്കഷൻ നടക്കട്ടെ, ഇതിന്റെ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് ഇനാഗുറേറ്റ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. Thank you, sir, for your valuable words. അടുത്തതായി പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതിനായി അമല കോളേജ് ഓഫ് നഴ്സിംഗിലെ NSS കോർഡിനേറ്റർ ശ്രീമാൻ ഡോൺ ജോസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും പ്രതിജ്ഞ ഏറ്റുചൊല്ലാം. I request all the NSS volunteers to raise your right hand to take the pledge. I solemnly pledge that I dedicate myself to preserve the unity, integrity, and security and security of the nation and also strive hard to spread this message among my fellow countrymen. I take this pledge in the spirit of unification of my country, which was made possible by the vision and actions of Sardar Vallabhai Patel. I also solemnly resolve to make my own contribution to ensure internal security of my country. ഓക്കെ, നമ്മുടെ NSS എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ ഇതുവരെ ഉൾപ്പെടുത്താതിരുന്ന ഒരു കാര്യമുണ്ട്, അതായത് NSS തീം സോങ്. സോ നമ്മൾ ഈ ഒരു ദിവസം തൊട്ട് ഇനിയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും നമ്മുടെ NSS തീം സോങ് പാടുന്നതായിരിക്കും. അതിന് തുടക്കം കുറിക്കാനായിട്ട് നമ്മുടെ NSS വോളണ്ടിയേഴ്സിനെ ക്ഷണിക്കുന്നു. മനസ്സു നന്നാകട്ടെ, മതമേതെങ്കിലുമാകട്ടെ,
മാനവഹൃത്തിൻ ചില്ലയിലാകെ മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൻ, സൗവർണാഭ പരന്ന സൗഹൃദ സിദ്ധികൾ പൂത്താൻ, സൗവർണാഭ പരന്ന സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാകട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലാകെ മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാകട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലാകെ മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ, മനസ്സു നന്നാകട്ടെ, മനസ്സു നന്നാകട്ടെ, മനസ്സു നന്നാകട്ടെ. നമ്മുടെ പരിപാടിയുടെ പ്രധാന ഭാഗമായ ചർച്ചയിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. Sir, am I audible? Yes, yes. Audible. So, no distinctions of caste, creed should hamper us. All of us are the sons and daughters of India. We should love our country and build our destiny on mutual love and help. These are the famous words of Sardar Vallabhbhai Patel, the first Deputy Prime Minister and Home Minister of independent India. So good morning to everyone, respected Principal Sir, Vice Principal Ida Sister, Don Sir, and all my dear friends. We have been celebrating Rashtriya Ekata Divas right from 2014 to commemorate the birth anniversary of Sir Sardar Vallabhbhai Patel. Now our Principal Sir have beautifully explained why we are celebrating this day. Yes, he was the person who forged India to united nation. If we look at the picture of post-independence India, we can see that there was about 565 princely states, which means 565 different kings, 565 kingdoms, 565 different cultures. And we can just imagine how tough it would be to unite all of them to a single nation. But he was consistent, he had the vision, he worked consistently, he persuaded, convinced, and exceeded these all princely states to one nation. And his consistency and his uncompromising nature gave him the sobriquet, the Iron Man of India. Yes, he was the Iron Man of India. By profession, he was a wonderful lawyer. He was a successful lawyer at Ahmedabad, and he was attracted to Gandhi's ideologies, and he always emphasized on non-violence, as Sir has mentioned in his speech. So if we look at his name, it is Sardar Vallabhbhai Patel. His full name goes as Sardar Vallabhbhai Javeri Bhai Patel. So this Sardar has a story. We all have learned about the Bardoli Satyagraha of 1928. So what happened was, in 1925, there was a widespread famine and flood in the Bardoli Taluk of present Gujarat, and this has led to disastrous economy and plight of the farmers. And despite of this adverse plight, the British Raj, the Bombay province of then, has increased the tax of the peasants by 22%, which was nearly impossible for them to pay. So our hero, Sardar Vallabhbhai Patel, he organized the peasants under one umbrella, and he organized the
civil disobedience movement with non-violence during that time. And that was a massive success, and the tax prices were reduced to 6%. So this single success gave him the seat among the main freedom fighters of India. And Gandhiji gave him the name Sardar, which means the leader or the chief. He was a leader with great vision. He is the strength. Our unity is our strength. So he was a man who foresaw that and united us. So I know you will be much more curious to know more about him. So I'll be handing over to Archana. Archana, over to you. Hi, good morning, everyone. Respected Principal Professor Dr. Raji Raghunath, Vice Principal Lida Sister, Don Sir, NSS Coordinator of Amala College of Nursing, and my dear friends. I would like to start a brief biography about Sardar Vallabhbhai Patel. Sardar Vallabhbhai Patel is an Iron Man of India. Vallabhbhai Patel, full Vallabhbhai Jawaharlal Patel, by name Sardar Patel, born October 31st, 1875, Nadiad, Gujarat, India. Indian barrister and statesman, one of the leaders of the Indian National Congress during the struggle for Indian independence. During the first 3 years of Indian independence after 1947, he served as Deputy Prime Minister, Minister of Home Affairs, Minister of Information, and Minister of States. Patel was born into a self-sufficient landowning family in the Leva Patari caste. Patel, one of the 6 children of Jawaharlal Patel and Ladba. He attended primary school at Karwat and high school at Petlat, but was mainly self-taught. Patel married at the age of 16, matriculated at 22, and passed district pleaders examination, which enables him to practice law. In 19s, he set up an independence office of district pleaders in Godhra. 1902, he moved to Bosad. As a lawyer, Patel distinguished himself in presenting an unassailable case in precise manner and in challenging police witnesses and British judges. 1908, he lost his wife. Patel traveled to London in August 1910 to study at the Middle Temple. He studied and passed the final examination with the high honors. In 1913, he returned back to India and settled in Ahmedabad, rising rapidly to become the leading barrister in the criminal law at Ahmedabad. He was united 1917 indifferent to Indian political activities. In 1917, Patel found the course of his life changed after having been influenced by Mohandas Karamchand Gandhi. Patel adhered to Gandhi's Satyagraha insofar it furthered the Indian struggles against the British. Having resolved to follow and support Gandhi, Patel changed his lifestyle and appearances and quit Gujarat Club. From 1970 to 1924, Patel served as the first Indian Municipal Commissioner of Ahmedabad and elected the municipal president from 1924 to 1928. Patel first made his mark in 1918 when he planned mass campaigns of farmers and landowners of Kaira, Gujarat, against Bombay government to collect the full annual revenue taxes despite crop failures caused by heavy rains. The crucial debates over the objectives of the International Congress during 1928 to 1931, Patel believed in Gandhi and Motilal Nehru. And unlike Nehru and also Subhash Chandra Bose, Patel ruled out armed revolution not on moral but on the practical grounds. Patel disagreed Jawaharlal Nehru on the need to bring about the economic and social changes by coercion. He believed in free enterprise, thus gaining trust of conservative elements and thereby collecting the funds that sustained activities of the International Congress. In 1928, Patel successfully led the landowners of Bardoli in their resistance against increased taxes. Efficient leadership of Bardoli campaign earned him the title Sardar, which means leader. Henceforth, he was acknowledged as nationalist leader throughout India. He was considered as the practical, decisive, and even ruthless, and British recognized him as a danger enemy.
Patel was the second candidate after Gandhi to the presidency of the 1929 Lahore session of International Congress, but Jawaharlal Nehru elected due to the uncompromising attitude towards the Muslims. 1913 Salt Satyagraha, Patel served 3 months imprisonment. In March 1931, Patel presided over the Karachi session of the Indian National Congress. He was imprisoned in January 1932 and released in July 1930. Patel was leading candidate for the 1945 to 46 presidency of the Indian National Congress. Patel would have been the first Prime Minister of India. During the first 3 years of independence, he was Deputy Prime Minister, Minister of Home Affairs, Minister of Information, and Minister of Studies. Patel's health declined rapidly through the summer of 1915. He later began coughing blood, and after suffering from a massive heart attack, Patel died on 15 December 1950 at Birla House in Bombay. Hello, Shishira. Who is next? Alina, can we have you here? Hello, am I audible? Yes. Yeah, you're audible. Yes, yes. Good morning, respected principal, vice principal, teachers, and my dear friends. Today, I am here to discuss about the ideologies of Sardar Vallabhbhai Patel. Modern Indian history is incomplete without Sardar Vallabhbhai Patel. His visions, his work, and his principle were highly remarkable in independent India. So, the first vision is integrating India. When our country became independent in 1947, Sardar Patel was appointed as the Deputy Prime Minister of the country. Since day one, he had a vision for India, that is, to consolidate it into an united country. He played an important role in bringing the 565 self-governing princely states and territories into the Indian Federation. Almost within a year, he succeeded in drawing a new map of India. Thus, he paved the way for cultural unity and harmony. His second vision was the civil service in independent India. The actual acknowledgement for the information of the Indian civil service in free India goes to Sardar Patel. He had the vision to create a strong and vibrant administrative system. The Indian civil service formed by the British government was to protect and strengthen their rule in India. But Sardar Patel, who wanted the strong and independent civil service for the people, put his support for a federal civil service. It should serve the people of India. This led to the formation of a groundwork for unified national administration. And today, we do have the Indian Administrative Service, the Indian Police Service, and the Indian Forest Service for the people. His third vision was the concern about border security. Patel conceptualized some of the greatest policies to keep our country secured from the border countries' attack. He even wrote a letter to Nehru suggesting few facts like cautioning him about the threat to India and impending wars from China, the need for strengthening our defense force, strengthening the northern and northeastern frontiers. However, this was not taken seriously by Nehruji, and we had to pay a heavy price in 1962 Indo-China War. His another vision was the privatization. Sardar Patel favored private enterprises. He was in very close terms with the many top Indian businessmen at that time. His view on Indian business were just appropriate for the modern India today. No wonder our Prime Minister Narendra Modi had rightly stated that the Indian economy would have been different if Patel was the first Prime Minister. So let us conclude our discussion by just having a glance. Sardar Vallabhbhai Patel, born on 31st October 1875 in Gujarat, served as the first Deputy Prime Minister and Home Minister of India. He was a senior leader of the Indian National Congress who ultimately guided the integration of the modern India. He was indeed the architect of modern India. Unfortunately, he lived only for 3 years after independence. He died on 15 December 1950 due to a massive heart attack.
He was also known the unifier of India for unifying the 565 princely states and territories. The Statue of Unity, the world's tallest statue, was dedicated to him on 31st October 2018. Let's all feel proud to be an Indian. Thank you. താങ്ക് യു എവ്രി വൺ. ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി 2019 ബാച്ചിലെ ശ്രീമതി സാന്ദ്ര ബെന്നിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ രാജി രഘുനാഥ് സർ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിത എലിസബത്ത്, ഡോൺ സർ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികം നാഷണൽ യൂണിറ്റി ഡേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന പേരിൽ ആഘോഷിക്കുകയാണല്ലോ. ഈ ഒരു ദിവസത്തിന്റെ ഭാഗമായി NSSഉം SNAയും കൂടി നടത്തിയൊരു ഡിസ്കഷൻ വളരെ ഉപകാരപ്രദമായിരുന്നു. ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഈ ഒരു ഡിസ്കഷനിലൂടെ നമുക്ക് മനസ്സിലായി. ആദ്യമായി തന്നെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് നമ്മളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ദിവസത്തിന്റെ സന്ദേശം തന്ന പ്രൊഫസർ ഡോക്ടർ രാജി രഘുനാഥ് സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. അടുത്തതായി ഈ പ്രോഗ്രാം വളരെ മനോഹരമായി കോർഡിനേറ്റ് ചെയ്ത് ഇതിനു വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് തന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഡോൺ സാറിനും എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് വളരെ ആക്റ്റീവായി പങ്കെടുത്ത് സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ജീവിതത്തെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്ന് എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു പരിപാടി ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി. താങ്ക് യു സാന്ദ്ര. ഈ ചർച്ചയിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ മെമ്പേഴ്സിനും അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ വിജയകരമാക്കാൻ വേണ്ടി ശ്രദ്ധാപൂർവ്വം ശ്രമിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു എവ്രിവൺ. ഒരു നാഷണൽ പ്രോഗ്രാം ആയതുകൊണ്ട് ഒരു ജനഗണമന പാടുന്നെങ്കിൽ നന്നായിരിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ജനഗണമന കൂടെ പാടുക. ഇസ്രായേൽ. ഓക്കെ, ആരും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പിന്നീട് അടുത്ത മീറ്റിംഗിലേക്ക് ആവാം. നാഷണൽ ആന്തം പാടുന്നതിനായി ഡൽമയെ ക്ഷണിച്ചോളുന്നു. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे तव शुभ आशीष मागे, गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. ഓക്കെ, പ്രോഗ്രാം എല്ലാം നന്നായിരുന്നു. ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir.